സൺഡേ സ്കൂൾ സൂപ്പർ സീനിയർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 16ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. പാഠത്തിൻ്റെ പേര് ആശയവിനിമയം പൊതുതത്വങ്ങൾ അറിയുന്നതിന്. ആശയവിനിമയം പൊതുതത്വങ്ങൾ അറിയുന്നത്. വേദഭാഗം ഉൽപ്പത്തി 27:1 മുതൽ 19 വരെ. ഉൽപ്പത്തി 27:1 മുതൽ 19 വരെ. മനപ്പാഠം യാക്കോബ് 1:19. ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗവും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. അത് നമ്മുടെ വാക്യത്തിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. കേൾപ്പാൻ വേഗതയുള്ളവനാവണം. അതായത് നമ്മളൊരു ലിസണർ ആയിരിക്കണം, കെയർഫുൾ ലിസണർ ആയിരിക്കണം, പെട്ടെന്ന് തന്നെ നമ്മൾ കേൾക്കണം. പക്ഷെ പറവാൻ താമസം ഉണ്ടായിരിക്കണം. 2 പ്രാവശ്യം നമ്മൾ ആലോചിച്ചിട്ടേ ഒരു കാര്യം പറയാവുള്ളൂ. കാരണം ബാക്കിയുള്ളവർക്ക് അതെങ്ങനെ പ്രതികരണം എന്താവും, എങ്ങനെ അവർ പ്രതികരിക്കും, എങ്ങനെ അവർ ഫീൽ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി കോപത്തിന് താമസമുള്ളവനായിരിക്കണം. കാരണം കേട്ട ഉടൻ ചാടി പുറപ്പെട്ട് ഉള്ള കണ്ടീഷൻ അത് മാറും. ഒന്നാമതായിട്ട് ചിന്തിക്കുന്നത് ആശയവിനിമയം എന്നാൽ എന്തെന്നാണ്. ആശയവിനിമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശയങ്ങൾ, ചിലപ്പോൾ നമ്മുടെ ഫീലിങ്സ് ആയിരിക്കാം, നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കാം, നമ്മുടെ സ്വപ്നമായിരിക്കാം, നമ്മുടെ ആശങ്കകളായിരിക്കാം, നമ്മുടെ പ്രയാസമായിരിക്കാം, നമ്മുടെ സന്തോഷമായിരിക്കാം. അത് പങ്കുവെക്കുന്നത് ആണ് ആശയവിനിമയം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് കുടുംബത്തിൽ മാതാപിതാക്കളുടെ പ്രയാസം മക്കളുമായിട്ട് പങ്കുവെക്കേണ്ടതേ പങ്കുവെക്കാവുള്ളൂ. അതേപോലെ മക്കളുടെ പ്രയാസങ്ങൾ എന്തായാലും മാതാപിതാക്കളുമായിട്ട് പങ്കുവെക്കണം. കാരണം എപ്പോഴും മാതാപിതാക്കൾ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും മക്കളെ ബോധവാന്മാരാക്കും. ഇനി 2 തരത്തിലുള്ള ആശയവിനിമയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതായത് വാചികമായിട്ടുള്ള ആശയവിനിമയം. രണ്ടാമത്തത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അവാചിക ആശയവിനിമയം. വെർബൽ കമ്മ്യൂണിക്കേഷനും 2 തരമുണ്ട്. ഓറൽ കമ്മ്യൂണിക്കേഷനും റിട്ടേൺ കമ്മ്യൂണിക്കേഷനും. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ അതായത് വാചിക ആശയവിനിമയത്തിൽ സൗണ്ട്, വേർഡ്സ്, ലാംഗ്വേജ് അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവാചിക ആശയവിനിമയത്തിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് ആണ് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നത് വെച്ചിട്ടാണ്. പിന്നെ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ വളരെ വിഷമിച്ച് പരിതാപകരമായിട്ട് പറയുന്നത് നമുക്ക് മിക്കവാറും കേൾക്കാൻ തോന്നൂല. പക്ഷെ വളരെ പ്ലസൻ്റായിട്ട് സന്തോഷത്തോടെ പറയുന്ന കാര്യങ്ങൾ നമുക്കും സന്തോഷം ഉണ്ടാകും എന്ന് വിചാരിച്ച് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഫേഷ്യൽ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം അവാചിക ആശയവിനിമയത്തിൽ പെടുന്നു. പിന്നെ ടോൺ ആൻഡ് പിച്ച് ഓഫ് വോയിസ്, ആ വോയിസിൻ്റെ ആ ടോൺ എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ ഗെസ്റ്റേഴ്സ് ഡിസ്പ്ലേഡ്, ഇപ്പം ഈ ഓരോ ആക്ഷൻസ് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് വെറുതെ ആക്ഷൻസ് കാണിച്ചാലൊരു ഡാൻസ് പോലെയോ വേറെന്തെങ്കിലും ആവും. അങ്ങനെ ആവരുത്. അതുമായിട്ട് യോജിക്കുന്ന രീതിയിൽ വേണം ഗെസ്റ്റേഴ്സ് കാണിക്കേണ്ടത്. പിന്നെ ഐ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാളുടെ കണ്ണിൽ നോക്കി മാത്രമേ സംസാരിക്കാവുള്ളൂ. വേറെ എവിടെയെങ്കിലും ശരീരഭാഗത്ത് നോക്കിയാൽ നമ്മൾ ആരുടെടുത്താണോ സംസാരിക്കുന്നത് അവർ അസ്വസ്ഥരാകും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. ഈ സ്റ്റുഡൻസിൻ്റെ അടുത്താണെങ്കിലോ നമ്മുടെ മക്കളുടെ അടുത്താണെങ്കിലോ എല്ലാം കണ്ണിൽ നോക്കി സംസാരിക്കണം. ജീവിത പങ്കാളികളുടെ അടുത്താണെങ്കിലും കണ്ണിൽ നോക്കി സംസാരിക്കേണ്ടത് നല്ലതാണ്. ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം അവാചിക ആശയവിനിമയമാണ്. നമുക്കൊരു പ്രോക്സിംസ് എന്ന് പറയും. നമുക്ക് വളരെയധികം കോണ്ടാക്റ്റ് ഉള്ളവർ, അതായത് നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളി വളരെ അടുത്ത് നിന്നാൽ നമുക്ക് അരോചകം തോന്നൂല. പക്ഷെ വേറൊരാൾ വന്ന് നമ്മുടെ ആ പ്രോക്സിംസ് വളരെ അധികം അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമ്മളൊരു അസ്വസ്ഥത നമുക്ക് തോന്നും. അത് ഡിസ്റ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം ഈ അവാചിക ആശയവിനിമയത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത് ആശയവിനിമയത്തിലെ ഘടകങ്ങളെ പറ്റിയാണ്. അപ്പോൾ 4 ഘടകങ്ങളുണ്ട് ആശയവിനിമയത്തിൽ. ഒന്നാമത് സെൻഡർ, ആരാണോ സംസാരിക്കുന്നത് അവരാണ് സെൻഡർ, ആശയം പറയുന്ന ആൾ. രണ്ടാമത് മെസ്സേജ്, എന്താണ് സന്ദേശം, അവരെന്താണ് കൊടുക്കുന്നത്. മൂന്നാമത് റിസീവർ, ആശയം സ്വീകരിക്കുന്ന ആൾ, ആർക്കാണോ നമ്മൾ മെസ്സേജ് കൊടുക്കുന്നത് അതാണ് റിസീവർ. നാലാമത് റെസ്പോൺസ് അല്ലെങ്കിൽ റിയാക്ഷൻ ഓഫ് ദി റിസീവർ, ആശയം കേൾക്കുന്ന ആൾ എങ്ങനെ പ്രതികരിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ വ്യക്തി വയലൻ്റ് ആയിട്ടാണോ നമ്മൾ തിരിച്ച് പ്രതികരിക്കുന്നത്, അതോ വളരെ സന്തോഷത്തോടെയാണോ പ്രതികരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ പറയാൻ പോകുന്ന കാര്യം നമുക്കറിയാം.
അതാണ് 2 പ്രാവശ്യം ആലോചിച്ചിട്ടേ ഒരു കാര്യം പറയാവുള്ളൂ എന്ന് പറഞ്ഞത്. അഥവാ നമുക്ക് അറിയാതെ അങ്ങ് പറഞ്ഞു പോകണമെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ റിയാക്ഷൻ ഓഫ് ദി റിസീവർ, അതാണ് 4ാമത്തെ ഘടകം. ഇനി ആശയവിനിമയത്തിൽ പ്രധാനമായിട്ട് വേണ്ടത് ശ്രദ്ധയാണ്. പലപ്പോഴും ഈ പല വൈഫ്സിനെ എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് എനിക്കറിയാം, അവരുടെ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. കാരണം ഒരു ചെവി കൂടെ കേട്ട് അടുത്ത ചെവി കൂടെ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എത്രത്തോളം ശ്രദ്ധിക്കുന്നു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അവർ പ്രവൃത്തി പദത്തിൽ എത്താത്തത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അശ്രദ്ധയാണ്. ഇപ്പം സ്റ്റുഡൻസിലും കാണുന്ന ഒരു കുഴപ്പം ഇതാണ്, പെട്ടെന്ന് ഡിസ്ട്രാക്ട് ചെയ്യപ്പെടുന്ന സ്റ്റുഡൻസാണ്. അവർക്ക് കോൺസെൻട്രേഷൻ കാണൂല. അപ്പോൾ ചിലർ യോഗയ്ക്ക് പോകണോ അങ്ങനെയൊക്കെ പറയും. പക്ഷെ അതിലൊന്നും കാര്യമില്ല. നമ്മൾ കൂടുതലായിട്ടും പ്രാർത്ഥിക്കുക, കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൂടുതലായിട്ടും നമുക്ക് ഈ ഫോക്കസ്ഡ് ആവുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഐ കോണ്ടാക്ട് വഴി നമുക്ക് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവും. ഈ ടീച്ചർ വേറെ എവിടെയെങ്കിലും നോക്കി പഠിപ്പിച്ചാൽ സ്റ്റുഡൻസ് ശ്രദ്ധിക്കില്ല. സ്റ്റുഡൻസിന്റെ കണ്ണിൽ നോക്കി ടീച്ചർ പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസിന് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റൂല. കാരണം ടീച്ചർ എപ്പോഴാണ് തന്നെ നോക്കുന്നത് എന്നുള്ള ഒരു ഡൗട്ട് സ്റ്റുഡൻസിന് വരും. അതുകൊണ്ട് ചിലർ കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങുന്നവരുണ്ട്. എന്താണ് ടീച്ചർ കാണുമ്പോൾ ഞാൻ ടീച്ചറിനെ നോക്കിയിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവണം, ടീച്ചറിന് മനസ്സിലാവണം എന്ന് ടീച്ചറിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇരുന്ന് ഉറങ്ങുന്നവരുമുണ്ട്, കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെ കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് കോൺസെൻട്രേഷൻ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആശയവിനിമയത്തിൽ ഒഴിവാക്കാനാവാത്ത 2 കാര്യങ്ങളുണ്ട്. അത് ഒന്നാമത് അവാചിക ആശയവിനിമയം ഗൗരവമായി നമ്മൾ കണക്കിലെടുക്കണം. ബോഡി ലാംഗ്വേജ്, നമ്മുടെ ബോഡി എങ്ങനെയാണ്, അത് സ്റ്റുഡൻസിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ മക്കളുടെ ഫ്രണ്ടിലാണെങ്കിലും നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, അവർക്ക് പ്ലീസിങ് ആണോ അല്ലയോ, അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ വോയിസ്, അപ്പം നമ്മൾ ദേഷ്യത്തിലുള്ള ഒരു കാര്യം, അതായത് ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തു, അപ്പം നമ്മൾ വളരെ ദേഷ്യം പ്രകടിപ്പിച്ച് തന്നെയാണ് രീതിയിൽ പ്രതികരിക്കേണ്ടത്. അല്ലെങ്കിൽ ആ കുട്ടി ആ തെറ്റ് പിന്നും ആവർത്തിക്കും, അതായത് നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ. അപ്പോൾ ആ ടോൺ ഇമ്പോർട്ടൻ്റ് ആണ്, വോയിസ്. പിന്നെ ഡിസ്റ്റൻസ്, പ്രോക്സിമിക്സ്. അപ്പോൾ അത് നമുക്ക് അന്യരായിട്ടുള്ള വ്യക്തികളുടെ വളരെയധികം ചേർന്ന് നമ്മൾ പോകരുത്. അവരും നമ്മുടെ അടുത്ത് ചേർന്ന് വന്നാൽ നമ്മൾ അത് പ്രതികരിക്കും, നമ്മൾ ബാക്കിലോട്ട് പോകും. അപ്പോൾ ആ ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഐ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആശയവിനിമയത്തിൽ ഒഴിവാക്കാനാവാത്ത 1ാമത്തെ കാര്യം അവാചിക ആശയവിനിമയത്തിലാണ് ഇതൊക്കെ വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം സ്വീകർത്താവിൻ്റെ പ്രതികരണം ശ്രദ്ധിക്കുക. എങ്ങനെയാണ് റെസ്പോൺസ്? അപ്പം ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ആഫ്റ്റർനൂൺ സെഷനിൽ ഈ പിള്ളേർ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങുന്ന ഒരു കണ്ടീഷൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ പഠിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആ സമയത്ത് അവരെ ഉണർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഗെയിംസോ അല്ലെങ്കിൽ റോൾ പ്ലേ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കാം. അപ്പോൾ എന്നാൽ മാത്രമേ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. അതുകൊണ്ട് സ്വീകർത്താവിൻ്റെ പ്രതികരണം അനുസരിച്ചാണ് നമ്മൾ ആശയവിനിമയം ചെയ്യേണ്ടത്. ഇനി 3ാമതായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത് ആശയവിനിമയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 15 കാര്യങ്ങളാണ് ആശയവിനിമയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്. അത് ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്. രണ്ടാമത് ഡോണ്ട് സ്പീക്ക് നോൺസെൻസ്. ആവശ്യമില്ലാത്ത വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കാതിരിക്കണം. പിന്നെ 3ാമത് ക്ലാരിറ്റി ഓഫ് ലാംഗ്വേജ്. ഭാഷാശുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശുദ്ധവും വ്യക്തവുമായിട്ടുള്ള ഭാഷയായിട്ട് ആണ് നമ്മൾ ആശയവിനിമയം നടത്തേണ്ടത്. എന്നാലേ ആൾക്കാരത് ഉൾക്കൊള്ളുകയുള്ളൂ. 6ാമതായിട്ട് നോളജ് ആൻഡ് കൾച്ചർ നമ്മുടെ ആശയത്തിൽ കൂടെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ശശി തരൂർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരുടെ നോളജും കൾച്ചറും റിവീൽ ചെയ്യുന്നതാണ് അവരുടെ ആശയത്തിലൂടെ സാധ്യമാകുന്നത്. ഇനി 7ാമത് റെസ്പോണ്ടന്റ് അഥവാ റിസീവർ ഷുഡിൻ ബി അഫക്റ്റഡ് അഡ്വേഴ്സ്ലി. നമ്മൾ പറയുന്ന ആരുടെ ആണെങ്കിലും ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരുടെ ആ റെസ്പോണ്ടന്റിന് അത് പ്രതികൂലമായിട്ട് അത് ബാധിക്കരുത്, നമ്മുടെ സൗഹൃദത്തെ ബാധിക്കരുത്. അവർക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഹാനി വരത്തക്ക രീതിയിലുള്ള ആശയവിനിമയം നമ്മൾ അവോയ്ഡ് ചെയ്യണം. 8ാമതായിട്ട് ബി ഓൾവേസ് പ്ലസന്റ് ആൻഡ് ചിയർഫുൾ വെൻ കമ്മ്യൂണിക്കേറ്റിംഗ്. എപ്പോഴും സന്തോഷത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി 9ാമത് ബി ആൻ അറ്റൻറ്റീവ് ലിസണർ. ശ്രദ്ധയോടെ കേൾക്കണം. നമ്മൾ അങ്ങോട്ട് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ അവർക്ക് എന്താണ് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറയേണ്ടത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം.
10ാമത് സ്പീക്ക് അഫക്ഷനേറ്റ്ലി. സ്നേഹത്തോട് വേണം നമ്മൾ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. സ്നേഹത്തിന്റെ ഭാഷയാണ് ഏറ്റവും അധികം നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഭാഷ. ഇനി 11ാമത് മുൻവിധിയോട് നമ്മൾ ആശയം വിനിമയം ചെയ്യരുത്. മുൻവിധി എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര പറഞ്ഞാലും ഇവരുടെ തലയിൽ കയറില്ല, അല്ലെങ്കിൽ ഇവരുടെ തലയിൽ കയറില്ല. അത് നമ്മുടെ ഒരു മുൻവിധിയാണ്. നമ്മുടെ മക്കളെ പറ്റിയാണെങ്കിലോ സ്റ്റുഡൻസിനെ പറ്റിയാണെങ്കിലോ ഒരു മുൻവിധിയാണ്. അങ്ങനെ ഒരു മുൻവിധി ഒരിക്കലും പാടില്ല. മുൻവിധിയോട് ആശയവിനിമയം നടത്താതിരിക്കുക. 12ാമത് സ്നേഹത്തിൽ നിന്ന്, ക്ഷമയിൽ നിന്നും കരുതലിൽ നിന്നും ഉളവാവുന്ന രീതിയിൽ വേണം നമ്മൾ ആശയവിനിമയം ചെയ്യേണ്ടത്. ഇനി 13ാമത് സ്പീക്ക് ടു സ്ട്രെങ്തൻ റിലേഷൻഷിപ്പ്, നോട്ട് ടു ബ്രേക്ക് ദം. ഈ പരസ്പര ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആശയവിനിമയത്തിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത്. ഇനി 14ാമത് നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് റെസ്പോണ്ടന്റ്. നമ്മൾ കേൾക്കുന്ന ആൾ ആരാണെങ്കിലും അവരെ നമ്മൾ അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ ആശയവിനിമയം ചെയ്യേണ്ടത്. 15ാമത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ വാക്കുകളുടെ ഉപയോഗം. അതായത് ആദ്യം പറഞ്ഞ പോലെ പറവാൻ താമസമുള്ളവരായിരിക്കണം, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. യൂസ് ദി വേർഡ്സ് കെയർഫുള്ളി. കാരണം മൂർച്ചയേറിയ ഒരു കത്തിയെക്കാട്ടിലും യഥാർത്ഥത്തിൽ ഷാർപ്പാണ് വേർഡ്സ്. വേർഡ്സ് ക്യാൻ ഈവൻ കിൽ പീപ്പിൾ. ഇതിൽ നിന്നും ആശയവിനിമയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 15 കാര്യങ്ങൾ. 15 ways for effective communication. ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. 1ാമത് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്. 2ാമത് ഡോണ്ട് സ്പീക്ക് നോൺസെൻസ്. 3ാമത് ക്ലാരിറ്റി ഓഫ് ലാംഗ്വേജ് ഈസ് ഇമ്പോർട്ടൻറ്റ്. 4ാമത് വേർഡ് മീനിങ്സ് ടു ബി നോൺ. നമ്മൾ സംസാരിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയാണ് പ്രയോഗിക്കേണ്ടത്. 5ാമത് സ്പീക്ക് വിത്ത് ക്ലാരിറ്റി, ഭാഷാശുദ്ധി ആവശ്യം. 6ാമത് ദ നോളജ് ആൻഡ് കൾച്ചർ ഓഫ് സ്പീക്കർ ഇസ് റിവീൽഡ് ത്രൂ കമ്മ്യൂണിക്കേഷൻ. 7ാമത് respondents and receivers should not be affected adversely by the communication. 8ാമത് be pleasant. 9ാമത് be an attentive listener. 10ാമത് speak with love, affectionately. 11ാമത് മുൻവിധിയോടെ സംസാരിക്കരുത്. 12ാമത് സ്നേഹത്തോടെ, ക്ഷമയോടെ, കരുതലോടെ, ഫെയ്ത്ത്ഫുൾ വേർഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 13ാമത് speak to strengthen relationship, not to break relation. 14ാമത് know the importance of respondent. Respondent നമ്മൾ അംഗീകരിക്കുക. 15ാമത് always remember to use the words carefully. ബന്ധങ്ങളെ ശിഥിലമാക്കാൻ വേണ്ടിയിട്ടല്ല, ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ മാത്രം വാക്കുകൾ ഉപയോഗിച്ചു. ഇനി തുടർന്ന് നമുക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ ആശയവിനിമയത്തെ പറ്റി ചിന്തിക്കാം. ഉൽപ്പത്തി 27 1 മുതൽ 19 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് അവിടെ ഒരു റോങ് കമ്മ്യൂണിക്കേഷന്റെ ഇമ്പാക്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ആശയവിനിമയ രീതി ശരിയായിട്ട് ചെയ്യാത്തത് കൊണ്ട് അവിടെ സംഭവിച്ച ഒരു കുടുംബത്തിൽ സംഭവിച്ച തകർച്ചയെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. അവിടെ നമുക്ക് ഇസ്ഹാക്കിന്റെയും റെബേക്കയുടെയും കുടുംബം നമുക്ക് കാണാം. അതിൽ ഇസ്ഹാക്കിനും റെബേക്കയ്ക്കും 2 മക്കളാണ് ഉള്ളത്, ഏശാവും യാക്കോബും. ഏശാവ് മൂത്തവനും യാക്കോബ് ഇളയവനുമാണ്. ഇസ്ഹാക്കിന് കൂടുതൽ താല്പര്യം മൂത്ത മകനായിട്ടുള്ള ഏശാവിനോടാണ്. കാരണം ഇസ്ഹാക്കിന് വേട്ട ഇറച്ചി വളരെ ഇഷ്ടമാണ്. ഏശാവ് ഒരു നായാട്ടുകാരനാണ്, വേട്ടക്കാരനാണ്. അതുകൊണ്ടാണ് ആ മൂത്ത മകനോട് കൂടുതൽ സ്നേഹം ഉണ്ടായത്. പക്ഷേ മാതാവായിട്ടുള്ള റെബേക്കയ്ക്ക് ഇളയ മകനോടായിരുന്നു കൂടുതൽ സ്നേഹം. കാരണം യാക്കോബ് ഒരു സാധുശീലൻ, ഒരു കൂടാരവാസിയാണ്, എപ്പോഴും വീട്ടിലുള്ളവനാണ്. മറ്റേ മൂത്ത മകൻ എപ്പോഴും നായാട്ട് വീരനായിട്ട് എപ്പോഴും കാടുകളിലായിരുന്നു. പക്ഷെ ഇളയ മകൻ വീട്ടിൽ അമ്മയെ സഹായിച്ച് പായസമൊക്കെ ഉണ്ടാക്കാൻ അറിയാം, നമുക്കറിയാം വേദഭാഗമായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി നിന്നിരുന്ന ഒരു മകനായിരുന്നു യാക്കോബ്. അത് മാത്രമല്ല, റെബേക്കയ്ക്ക് ഇവരുടെ ജനനത്തിന്റെ ഒരു ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ചു. മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നുള്ള വാഗ്ദത്തം ലഭിച്ചു. അപ്പൊ ഇതെല്ലാം റെബേക്കയുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്തായാലും എന്റെ മൂത്ത മകനെ കാട്ടിൽ വലിയവനാവും ഇളയവൻ, അതുകൊണ്ട് ഇളയവനെ കൂടുതൽ സ്നേഹിച്ചു. അത് കാരണമാണ് ഇസ്ഹാക്ക് മൂത്ത മകനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, മകന്റെ വേട്ടയിറച്ചി കഴിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് മൂത്ത മകനോട് ആവശ്യപ്പെടുമ്പോൾ റെബേക്ക ഇത് കേൾക്കുവാനിടയാവുകയും റെബേക്ക ചെന്ന് ഇളയ മകനായിട്ടുള്ള യാക്കോബിന്റെ കുഞ്ഞ അനുഗ്രഹം തട്ടിയെടുക്കണം എന്ന് പറഞ്ഞ് യാക്കോബിനെ മോട്ടിവേറ്റ് ചെയ്ത് യാക്കോബിനെ കൊണ്ട് അനുഗ്രഹം തട്ടിയെടുക്കുകയും ചെയ്തത് റെബേക്കയുടെ പ്ലാനാണ്. അതായത് അമ്മയുടെ മാതാവിന്റെ പ്ലാൻ. ഇത് മുഖാന്തരം ആ കുടുംബത്തിന് വളരെയധികം തകർച്ചയുണ്ടായി. ഒന്നാമതായിട്ട് മൂത്ത മകൻ
തിരിച്ചു വരുമ്പോൾ ഇളയവൻ അനുഗ്രഹമൊക്കെ തട്ടിയെടുത്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി ഇളയവനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അതാണ് ഏറ്റവും വലിയ ഇമ്പാക്ട് ആയിട്ട് പറയുന്നത് ഈ റോങ് കമ്മ്യൂണിക്കേഷൻ കാരണം. കാരണം പിതാവിന് കൂടുതൽ പാർഷ്യാലിറ്റി മൂത്തവന്റെ അടുത്ത്, മാതാവിന് പാർഷ്യാലിറ്റി ഇളയവർക്ക്. ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് മക്കളോട് പാർഷ്യാലിറ്റി കാണിക്കുന്ന, സെപ്പറേറ്റ് ആയിട്ട് പാർഷ്യാലിറ്റി കാണിക്കുന്ന പാരന്റ്സ് നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷനിലൊക്കെ ഇങ്ങനെയുള്ള പാരന്റ്സ് നമുക്ക് കാണാൻ കഴിയും. ഇമ്പാക്ട് ഓഫ് റോങ് കമ്മ്യൂണിക്കേഷൻ ഇതാണ്. മൂത്തവൻ ഇളയവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അത് മാത്രമല്ല, ഇളയവൻ വീട് വിട്ട് ഓടേണ്ടി വരും. മൂത്തവനെ പേടിച്ച് മരണഭീതിയോടെ ജ്യേഷ്ഠനെ കൊല്ലുമോ എന്നുള്ള ഒരു ഭീതിയോടുകൂടി വീട് വിട്ട് ഓടേണ്ടി വരും. ഹാരാനിലേക്ക് ഓടിപ്പോകുന്നത് നമുക്ക് കാണാൻ യാതൊരു. മൂന്നാമതായിട്ട് പിതാവ് താൻ വഞ്ചിക്കപ്പെട്ടു, തന്റെ ഭാര്യയാലും ഇളയ മകനാലും വഞ്ചിക്കപ്പെട്ടു എന്നുള്ള വേദനയോടെ ശിഷ്ടായുസ് ജീവിക്കേണ്ടി വരും. നാലാമതായിട്ട് മാതാവ് തന്റെ ഇളയ മകൻ, ഏറ്റവും അധികം അറ്റാച്ച്ഡ് ആയിരുന്ന ഇളയ മകനെ പിന്നെ തന്റെ ജീവിതാവസാനം വരെ കാണുന്നു. കാരണം അവൻ ഓടിപ്പോണ്ടി വരുന്നു. പിന്നെ താമസിക്കുന്നത് തന്റെ സഹോദരനായ ലാബാന്റെ കൂടെയാണ് ഹാരാനിൽ താമസിക്കുന്നത്. അത് കഴിഞ്ഞ് ആ മാതാവ് മരിക്കുന്നത് വരെയും ആ ഇളയ മകനെ പിന്നെ കാണുന്നു. അപ്പൊ ആ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് മുഖാന്തരമായിട്ടുള്ള റോങ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയും. ആശയവിനിമയം എഫക്റ്റീവ് ആക്കാനും ആശയവിനിമയം ഈ റോങ് ആക്കാനും ഉള്ള കണ്ടീഷൻ ഓരോ പാർട്ട്നേഴ്സിനാണ്, ഓരോ ജീവിത പങ്കാളികൾക്കാണ് ഉള്ളത്. അത് നമ്മൾ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ട് ആശയവിനിമയം ഒരിക്കലും ഉണ്ടാക്കരുത്. കുടുംബം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാം ശ്രദ്ധിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ, ഏറ്റവും എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ ലോകമെമ്പാടും തന്നെ പ്രസിദ്ധമായിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കമ്മ്യൂണിക്കേഷനാണ്. കർത്താവിന്റെ പ്രസംഗ പീഠം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗിരിപ്രഭാഷണം, മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7. അതില് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു മലമേൽ ഇരുന്ന് കർത്താവ് പ്രസംഗിക്കുകയാണ്. അത് മാത്രമല്ല, കർത്താവ് പിന്നെ കടലില് വള്ളത്തിൽ, പത്രോസിന്റെ വള്ളത്തിൽ ഇരുന്ന് പ്രസംഗിക്കുന്നുണ്ട്. പിന്നെ കർത്താവിന്റെ അവസാനമായിട്ടുള്ള പ്രസംഗം നമ്മുടെ ക്രൂശിൽ തന്നെ കാണാം. ക്രൂശിൽ കർത്താവിന്റെ പ്രസംഗ പീഠമെന്ന് തന്നെ പറയാം. ക്രൂശിലെ മൊഴികൾ കർത്താവ് വെളിപ്പെടുത്തി. അപ്പൊ അത് നമുക്ക് കർത്താവിന്റെ പ്രസംഗം അല്ലെങ്കിൽ ആശയവിനിമയത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് കാണാം. ഒന്നാമതായിട്ട് ഹിസ് വോയിസ്, കർത്താവിന്റെ വോയിസ്. അന്ന് സ്പീക്കേഴ്സ് ഇല്ല, അന്ന് മൈക്രോഫോൺ ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് പോലും ആ ഗിരിപ്രഭാഷണത്തിൽ ഏറ്റവും ഉയർന്ന ആ മലമേലിരുന്ന് കർത്താവ് പറഞ്ഞപ്പോ എല്ലാവരും കേട്ടു. കർത്താവ് 5000 പേരെ പോഷിപ്പിച്ചതും 4000 പേരെ പോഷിപ്പിച്ചതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആ 5000 പേര് പുരുഷന്മാര് മാത്രമാണ്. സ്ത്രീകള് ഡെഫിനറ്റ്ലി 10000 കാണും. പിള്ളേർ അതിന്റെ ഇരട്ടി ഒരു 20,000 കാണും. അപ്പൊ അങ്ങനെ ഉള്ള കണ്ടീഷനിൽ കർത്താവിന്റെ ആ വോയിസ് എത്രത്തോളം ഉച്ചത്തിലായിരിക്കും, പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ആ ശബ്ദം നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കും. വോയിസ് ആണ് കർത്താവിലേക്ക് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യാൻ മുഖാന്തരമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് കർത്താവിന്റെ ആശയവിനിമയത്തിന്റെ പ്രത്യേകത ഹി സ്പോക്ക് വിത്ത് അതോറിറ്റി. അത് കർത്താവിന്റെ അധികാരം നമുക്ക് അത് വെളിവാക്കാൻ കഴിയും. അപ്പം ശാസ്ത്രന്മാരെ പോലെ അല്ല ജനം, പുരുഷാരം മനസ്സിലാക്കി. നമ്മുടെ ശാസ്ത്രന്മാരെ പോലെ അല്ല, പരീക്ഷന്മാരെ പോലെ, പുരോഹിതന്മാരെ പോലെ ഒന്നും അല്ല കർത്താവ് സംസാരിക്കുന്നത്. ബിക്കോസ് ഹി ഈസ് ദ ഓണർ ഓഫ് ഓൾ ക്രിയേഷൻ. ഓൾ ക്രിയേഷൻ, സൃഷ്ടിയുടെ അധിപനാണ് സംസാരിക്കുന്നത്. ആ അതോറിറ്റിയിലാണ് കർത്താവ് സംസാരിച്ചത്. പിന്നെ മൂന്നാമതായി കർത്താവിനെ പറ്റി മനസ്സിലാക്കാം ഹിസ് പ്ലസന്റ്നെസ്, പീസ്ഫുൾനെസ്, ഹിസ് ലവ്, അഫെക്ഷൻ. അവന്റെ വായിൽ നിന്നും പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ എന്നാണ് ബൈബിളിൽ പറഞ്ഞത്. ഇനി നാലാമതായിട്ട് പറയാൻ പറ്റും ഹി ഡിഡ്ന്റ് ഹാവ് എനി ഡിസ്പാരിറ്റി. കർത്താവിനെ ശ്രദ്ധിക്കാൻ വേണ്ടി പുരുഷാരും വളരെ പാവപ്പെട്ട ആൾക്കാരും വന്നിരുന്നു. ശാസ്ത്രന്മാർ, പരീക്ഷന്മാർ, സദൂക്യർ, അവരെല്ലാവരും വന്നിരുന്നു. Both the rich and poor attended his sermons. പ്രഭാഷണങ്ങളെല്ലാം, ആശയവിനിമയെല്ലാം, ഇവരെല്ലാം വലിപ്പച്ചെറുപ്പമില്ലാതെ ദരിദ്രരും കേട്ടു, ധനവാന്മാരും കേട്ടു, യഹൂദന്മാരും കേട്ടു, ജാതികളും കേട്ടു. അപ്പോ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കർത്താവിന് ഒരു ഡിസ്പാരിറ്റിയോ പാർഷ്യാലിറ്റിയോ ഒന്നുമില്ല. അത് മനസ്സിലാക്കാം. ഇനി നാലാമതായിട്ട് he spoke according to the understanding of the respondents. കേൾവിക്കാർ എങ്ങനെയാണ് കേൾക്കുന്നു, പ്രതികരിക്കുന്നു, അതനുസരിച്ചാണ് കർത്താവ് സംസാരിച്ചത്. അതായത് കർത്താവിന്റെ കേൾവിക്കാരെന്ന് പറഞ്ഞാൽ മുക്കുവരുണ്ടായിരുന്നു. ഫിഷർമാന്റെ അടുത്ത് കർത്താവ് സ്വർഗരാജ്യത്തെ പറ്റി പറഞ്ഞത് നമുക്കറിയാം. മത്തായി എഴുതിയ സുവിശേഷം 13:47-48 പറയുന്നുണ്ട് സ്വർഗരാജ്യം വലയോട് സദൃശ്യമെന്ന്. ഫിഷർമാൻ മനസ്സിലായി. കാരണം ഒരു വല വീശുമ്പോഴും നല്ല മീനും മോശപ്പെട്ട ചീഞ്ഞ മീനും എല്ലാം അതിൽ അകപ്പെടും. അപ്പം വലയോട് സദൃശ്യമാണ്. വല വീശി മീൻ പിടിച്ചു, നല്ല മീനെല്ലാം പാത്രത്തിൽ കൂട്ടി വെച്ചു. അതായത് സ്വർഗരാജ്യത്തെ പറ്റി പറയുമ്പോൾ നല്ല ആൾക്കാരെല്ലാം സ്വർഗത്തില് ശേഖരിച്ചു. പക്ഷെ മോശമായിട്ടുള്ള ചീത്ത
കാരണം കർത്താവിന്റെ ഹിതപ്രകാരം ജീവിക്കാത്തവരെല്ലാം എറിഞ്ഞു കളഞ്ഞു, നരകത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. അത് ക്ലിയർ ആയിട്ടും ഈ ഫിഷർമാൻ മുക്കുവർക്ക് അത് മനസ്സിലായി. സ്വർഗരാജ്യം ഒരു വലയോട് ഉപമിച്ചു. അതും കൂടാതെ കർത്താവ് ഫാമേഴ്സിന് വേണ്ടി, കൃഷിക്കാരോടൊത്താണ് നമ്മളെ വിതയ്ക്കുന്നവരുടെ ഉപമ പറഞ്ഞത്. മത്തായി 13 3 മുതൽ 9 വരെ. പിന്നെ കളകളുടെ ഉപമ, അങ്ങനെ പല ഉപമകൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഉപമയാണ്, കർഷകർക്ക് വളരെ മനസ്സിലായത്. അപ്പൊ വിതയ്ക്കുന്നവർ വഴിയരികെ വിതച്ചപ്പോ പറവുകൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി എന്ന് കർത്താവ് പറഞ്ഞപ്പോ കർഷകർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. കാരണം അവർ ഡെയിലി കാണുന്ന ഒരു കണ്ടീഷനാണ്. കർത്താവ് ഉപമകളിലൂടെ പറഞ്ഞു. അപ്പൊ കർത്താവ് കഥകളിലൂടെ, ഉപമകളിലൂടെ, പിന്നെ പ്രകൃതി പ്രതിഭാസങ്ങളിലൂടെ ആണ്, പല മാധ്യമങ്ങളിലൂടെയാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്തത്. കർത്താവിന്റെ ഈ ആശയവിനിമയമാണ് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയും മെയിൻ പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളും, വിവേകാനന്ദ, പലരും യൂസ് ചെയ്തത് എല്ലാം കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ. ആ 3.5 വർഷക്കാലം കർത്താവിന്റെ മിനിസ്ട്രി, കർത്താവിന്റെ സുവിശേഷം ആണ് ഇവരെല്ലാം ഇപ്പോഴും പോലും പല ഉന്നത വ്യക്തികൾ ഉപയോഗിക്കുന്നത്. കർത്താവാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ക്രൂശിൽ വെച്ച് കർത്താവ് പറഞ്ഞ പ്രസംഗം, അത് എല്ലാവരെയും ക്രൂശിലേക്ക് ആകർഷിക്കത്തക്കതായി. കാരണം കർത്താവ് തന്നെ പറഞ്ഞു, ഞാനോ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ട ശേഷം എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. കാരണം ആ ക്രൂശിലുള്ള മൊഴികൾ, ഇന്നും കർത്താവിന്റെ ആ മൊഴികളെ പറ്റി നമ്മൾ ദുഃഖവാദത്തിൽ എല്ലാം ധ്യാനിക്കുമ്പോൾ നമുക്ക് അറിയാം കർത്താവിലേക്ക് എത്രത്തോളം നാം ആകർഷിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, കർത്താവാണ് നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽ. കർത്താവിന്റെ ആശയവിനിമയമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കർത്താവ് ചെയ്തതുപോലെയുള്ള ആശയവിനിമയം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. കർത്താവിനോട് പ്രാർത്ഥിക്കണം. നമ്മള് കുടുംബത്തിൽ പാർഷ്യാലിറ്റി പാടില്ല. ഇപ്പം ഇസാക്കിന്റെ റബേക്കയുടെ ജീവിതത്തിൽ കണ്ടതുപോലെ പാർഷ്യാലിറ്റി, ഒരു ഡിസ്പാരിറ്റി പാടില്ല. പല ആൾക്കാരും തമ്മിൽ വ്യത്യാസം വെക്കാൻ പാടില്ല. കർത്താവിന് മുഖപക്ഷം ഇല്ലാത്തതുപോലെ നമുക്ക് മുഖപക്ഷം പാടില്ല. നമ്മൾ റെസ്പോണ്ടൻസിന് ഹാനികരമായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ എല്ലാവരുടെയും നന്മയ്ക്കായി വേണം നമ്മുടെ ആശയവിനിമയം നടത്തുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ ധ്യാനം ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ക്ലാസ് വീണ്ടും കാണാം.